വെറും 3 ചേരുവകൾ വെച്ച് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു കറി ഉണ്ടാക്കിയെടുത്താലോ. അതിനിതേ വേണ്ടത് ആദ്യം തന്നെ നമ്മളെ വഴുതനങ്ങയാണ് കേട്ടോ. അത് ഇതുപോലുള്ള തന്നെ വേണമെന്നില്ല, നീളത്തിലുള്ളത് ഏതായാലും മതി കേട്ടോ. പിന്നെ വേണ്ടത് ചെറിയുള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക് കേട്ടോ. ഇതിപ്പം പിന്നെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഞാൻ ഒരു വഴുതനങ്ങ ഉണ്ടാക്കാനായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും തന്നെ നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. ചെറിയുള്ളൊരു 3-5 എണ്ണം എടുത്തിട്ടുള്ളൂ. അത് ചെറുതായി കട്ട് ചെയ്തത് കൊണ്ടാണ് അങ്ങനെ കാണുന്നത്. ഇനിയിപ്പം നമ്മൾക്ക് ഈ 3 സാധനങ്ങളും കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനു മുമ്പ് വഴുതനങ്ങ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് തിക്നെസ് നല്ല കട്ടിയിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിൻ്റെ 2 വശത്തും ഇതേപോലെ നിറയെ വരയിട്ട് കൊടുക്കാം. നമ്മൾ മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ വരകളിട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വഴുതനങ്ങയിലോട്ട് നമ്മുടെ മസാലയ്ക്ക് നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കണം. ഈ ഒരു കറി ഉണ്ടെങ്കിലില്ലേ ചിക്കനും ബീഫൊക്കെ മാറി നിൽക്കും കേട്ടോ. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല ഈ ഒന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് കൂട്ടിയിട്ട് തന്നെ കഴിക്കാനായിട്ട് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും, അതുപോലെ നമ്മൾക്ക് വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആരും ഇല്ലല്ലോ ചോറ് കഴിക്കാനെന്ന് തോന്നുമ്പോൾ കറി വെക്കാൻ മടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത് നമുക്ക് നല്ല പച്ച വെളിച്ചെണ്ണയിൽ വേണം ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അതിനാകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെയാണ് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ഓയിൽ ഉണ്ടാക്കി എടുത്തോ. ഞാൻ എന്തായാലും വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ടൊന്ന് മൊരിച്ചെടുക്കുക. ഇത് ചോറിൻ്റെ കൂടെ കൂട്ടിക്കഴിച്ചൊക്കെ എൻ്റെ മക്കളെ ഒന്നും പറയാനില്ല കേട്ടോ. ഞാനും ആദ്യം വിചാരിച്ചു ഇത് കൂട്ടിയിട്ട് എങ്ങനെയാണ് ചോറ് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാനങ്ങനെ വീഡിയോ എടുത്തോന്നേ ഉള്ളൂ. കാരണം പറ്റിയിട്ടുണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വേണ്ട വെച്ചിട്ട് അങ്ങനെയാണ് വീഡിയോ എടുത്തത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ചോറിൻ്റെ കൂടെ ചൂടോടെ തന്നെ കൂട്ടി കഴിക്കാനും മറക്കരുത് കേട്ടോ. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക. ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയുമായിട്ട് കാണാം. താങ്ക്